ഗുഡ് മോർണിംഗ് ഓൾ. രാവിലെ തന്നെ ഒരു റിപ്പോർട്ടിങ്ങിൻ്റെ കഥ പറഞ്ഞു. ഇതൊരു വാട്ടർ ലില്ലിയുടെ വിത്ത് ഞാൻ വാങ്ങിയതായിരുന്നു കേട്ടോ. ആദ്യം എൻ്റെ കയ്യിൽ ഒരുപാട് 2-3 കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനോട് വല്ലാത്തൊരു ക്രേസാണ്. അങ്ങനെ മീഷോന്ന് വാങ്ങിച്ചതാണ്. 40 സീഡ് ഉണ്ടായിരുന്നു. 10 ഞാൻ അറിയാൻ മേലാതെ വെറുതെ കളഞ്ഞു, വേസ്റ്റാക്കി കളഞ്ഞു. ഇത് പിന്നെ എൻ്റെ പിള്ളേർ പണ്ട് കുളിക്കുകയും ഇരിക്കുകയും കളിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. ഒരു ബാത്ത് ടബായിരുന്നു. അപ്പോൾ അത് വെറുതെ കിടക്കുന്നതാണ്. അപ്പോൾ അതെടുത്തു നല്ല വൃത്തിക്ക് കഴുകിയെടുത്തിട്ടുണ്ട്. കുറച്ച് പണി പെട്ടു, മേലനങ്ങാത്തോണ്ടാന്ന് തോന്നുന്നു. പിന്നെ അത് വൃത്തിയാക്കി അവിടെ ഒരു മരത്തിന് താഴെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിൽ വെള്ളം നിറയ്ക്കണം, മണ്ണ് നിറയ്ക്കണം, ചെടി വയ്ക്കണം. ആദ്യത്തെ പടിയെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് പോട്ട് മിക്സ് വേറെ വിങ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വിങ്ക പ്ലാന്റ് നടാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ച പോട്ട് മിക്സ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ച് എടുത്തുകൊണ്ട് വന്ന് കുറച്ച് ചാണകപ്പൊടിയും പിന്നെ ഇവിടുത്തെ വെണ്ണീർ എന്ന് പറയുന്ന സാധനവും പിന്നെ എല്ലുപൊടി ഉണ്ട് കേട്ടോ. അത് മിക്സ് ആക്കിയിട്ട് എടുത്തുകൊണ്ട് വന്നു. അത് കറക്റ്റ് അതിൻ്റെ സെൻറ്റർ നോക്കി വെച്ചിട്ടുണ്ട്. വെള്ളം നിറക്കുന്ന സമയത്ത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും തോണി പോലെ ആടാൻ ചാൻസ് ഉണ്ട്. എന്നാലും സാരമില്ല, ജസ്റ്റ് ഇപ്പോൾ അത് അവിടെ വെച്ചു. നമുക്കൊരു ട്രയൽ പരീക്ഷിച്ച് നോക്കാമല്ലോ. അപ്പോൾ ഇതാണ് എൻ്റെ തൈകൾ. അതിൽ ചെറുതുപോലെ കാണുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ മുളപ്പിച്ചെടുത്ത കേട്ടോ. ആ വലുത് രണ്ടും ഏകദേശം 5-6 ദിവസം വളർച്ച എത്തിയതാണ്. അപ്പോൾ ഇനി അവർക്കൊരു മോചനം കൊടുക്കാമല്ലോ. അങ്ങനെ ചെടിയിലോട്ട് അത് കൊണ്ടുവന്ന് അതേപോലെ ചട്ടിയിലോട്ട് അങ്ങ് കമ്മിത്താണ് കേട്ടോ ചെയ്തത്. ഓൾറെഡി ഒരെണ്ണം പൊടിഞ്ഞു പോയായിരുന്നു. അതെനിക്ക് നല്ല വിഷമമുണ്ട്. കാരണം ഞാൻ അതിൻ്റെ ബാക്ക് എന്ന് പറയുന്ന സാധനം ഇങ്ങനെ ഉരതി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് മുള വരുന്നത്. അത് നല്ലോണം ഒരുതാൻ ഞാൻ ഏകദേശം 1-1.5 മണിക്കൂർ സമയം എടുത്തിട്ടുണ്ട്. പിന്നെ നല്ല വൃത്തിക്ക് മുളപ്പിച്ചെടുത്തു. സന്തോഷം മുളച്ചതിൽ. കാരണം 10 എനിക്ക് നഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഈ 4 മുളച്ച് കിട്ടിയത്. അതാണെങ്കിൽ ഒരെണ്ണം ഒടിഞ്ഞു പോയി. അത് വല്ലാത്തൊരു വിഷമം. എന്നാലും സാരമില്ല, ഞാനതിൻ്റെ സാധനമല്ല അതിൽ തന്നെ പെറുക്കി അവിടെ തന്നെ വെക്കുന്നുണ്ട് കേട്ടോ. വാട്ടർ ലില്ലി അല്ലേ, അഥവാ അതിന് തോന്നിയിട്ട് അവിടെ തന്നെ മുളച്ചാലോ എന്ന് വിചാരിച്ചിട്ട് അതെല്ലാം തപ്പി പെറുക്കി എടുക്കുന്നുണ്ട്. എനിക്ക് നല്ല വിഷമമായി. എന്നാലും സാരമില്ല, അത് അതിൻ്റെ അകത്ത് തന്നെ ഫിറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അതവിടെ തന്നെ വെച്ച് കൊടുത്തു. എന്നിട്ട് അങ്ങനെ തന്നെ മണ്ണിൽ വെച്ചു. പിന്നെ നേരെ മുളച്ചതെല്ലാം നേരെ നിർത്തി. അതിൽ കുറച്ചും കൂടെ മണ്ണിടണം. ഇപ്പോൾ ഇല്ല, ഞാൻ വിചാരിച്ചു കുറച്ച് മണലും ഇതൊക്കെ മിക്സായിട്ട് മുകളിലിടാമെന്ന് വിചാരിച്ചു. പിന്നെ പാടത്ത് പോയിട്ട് കുറച്ച് ചളിമണ്ണുണ്ടല്ലോ, അതും കൂടെ കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ടാണ് അത്ര മണ്ണാക്കിയിട്ട് വെച്ചത്. ഇതാ പിന്നെ പൈപ്പിൽ നിന്ന് വെള്ളം എടുക്കുന്ന എടുപ്പാണ്. ഇവിടുന്ന് ഒരു വൈദൂരം പോകാനുണ്ട് അങ്ങോട്ട് കേട്ടോ. അതിന് ഉമ്മാൻ്റെ അടുത്ത് ഉമ്മ കമൻറ്റ് പറയുന്നുണ്ട്, കേൾക്കാതിരിക്കാൻ വീട്ടടിച്ചതാണ്, അതൊന്നുമില്ല ഇതുവരെ എടുക്കാത്ത പണിയാണെന്ന് പറഞ്ഞിട്ട്. എങ്ങനെ ഈ വെള്ളം നിറഞ്ഞു. ഈ വെള്ളം തുറക്കാൻ തിരിച്ച് ഓടുന്ന ഓട്ടമുണ്ട്. അങ്ങനെ വെള്ളം തുറന്ന് വിട്ടു. വെള്ളം ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് ആ പാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട് കേട്ടോ, ചെറുതായിട്ടേ. ഫ്ലോട്ടിങ് വിൻഡോ പോലെ ഇങ്ങനെ. വെള്ളത്തിന് തണുപ്പുണ്ടോ നോക്കിയതല്ല കേട്ടോ, കൈ കഴുകിയതാണ്. മണ്ണിൽ എടുക്കാത്ത പണിയല്ലേ, അപ്പം മണ്ണെല്ലാം കയ്യിലായപ്പോൾ ഒരു ബുദ്ധിമുട്ട് പോലെ. അങ്ങനെ വെള്ളം ഇങ്ങനെ നിറയുന്നുണ്ട്. ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം ആ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത്. ആ ചട്ടി ഒഴുകുന്നത് കാണുന്നുണ്ടോ ഗൈസ്? അതാ ഒഴുകുന്നുണ്ട് കേട്ടോ. അത് ഞാൻ പിടിച്ചു വെക്കുന്നുണ്ട്. അത് മുമ്പ് പറയുന്നുണ്ട് പണ്ടത്തരം കാണിച്ചിട്ടാണെന്ന്. അതിന് മുകളിൽ വെള്ളം നിറക്കുന്നത്, അതാണ് മുകളിലോട്ട് എടുത്ത് പിടിച്ച്. അടങ്ങിയത് ചളി ഇളകി വരുന്നുണ്ട്. വൈകിട്ടാകുമ്പോഴത്തേക്ക് ആ ചെടിയെല്ലാം താഴോട്ട് പോകും. അപ്പം ഞാനൊരു വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്താൽ വീഡിയോ ഷോർട്ടാക്കിയിട്ട് ഇടാം കേട്ടോ. ഒന്നും കൂടെ കഴുകി. ഇന്നലെ നല്ല ഈയാമ്പാറ്റ ഉണ്ടായിരുന്നത്, ആ ഈയാമ്പാറ്റയുടെ ചിറകെല്ലാം മണ്ണിൽ വന്ന് വീണിട്ടുണ്ട്. അപ്പം ഗൈസ് വൈകിട്ട് കാണാം. അപ്പം പൊന്തി വന്ന ചെളി ഒതുങ്ങിയിട്ടൊന്ന് വൈകിട്ട് കാണാം. അതുവരേക്കും വണക്കം. താങ്ക് യു ഫോർ